ഹായ് ഓൾ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുറത്ത് നല്ല മഴയാട്ടോ. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്, ഒരു സിമ്പിൾ റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും എല്ലാം ഉപയോഗിക്കാൻ പറ്റിയ ഒരു സിമ്പിൾ റെസിപ്പിയാട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ എടുത്തേക്കുന്നത് ഗോതമ്പിൻ്റെ മാവാണ്. ഗോതമ്പിൻ്റെ ദോശയാട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ആട്ടമാവ്, ഗോതമ്പ് ആവശ്യത്തിന് നമുക്ക് വേണ്ടുന്ന ആവശ്യത്തിനുള്ള മാവ് എടുക്കുക. മാവ് ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ ഞാനൊരു 2 കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം, അത് നല്ലതുപോലെ ഒരു ദോശ ബാറ്റർ പോലുള്ള വെള്ളമാകുന്നതിന് വേണ്ടി നമ്മൾ നല്ലതുപോലെ വെള്ളം ഒഴിച്ച് ചേച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പം ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല, കാരണം വേറൊന്നുമല്ല. ഇപ്പോൾ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പം ആ മാവിനകത്ത് അവിടെ ഇവിടെ അത് കല്ല് പോലെ തന്നെ അങ്ങ് പറ്റിപ്പിടിച്ച് ദോശ ചൂടുമ്പോൾ ചില സ്ഥലത്ത് നമ്മൾ കഴിക്കുമ്പോഴത്തേക്കും ഒരു ഉപ്പിൻ്റെ ഒരു ടേസ്റ്റ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതിന് ശേഷമാണ് ഞാൻ ഉപ്പ് ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് മിക്സിയിലിട്ടും നല്ലതുപോലെ അരച്ചെടുക്കാവുന്നതാണ്. മിക്സിയിൽ ഇതുപോലെ തന്നെ എടുത്ത് വെള്ളം ഒഴിച്ച ശേഷം ഫസ്റ്റിലെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ മിക്സിയിൽ ജാറിൽ മാവിടാവൂ. അല്ലാതെ മാവിട്ട ശേഷം മിക്സിയിലേക്ക് വെള്ളം ഒഴിക്കരുത്. വെള്ളം ഒഴിച്ച ശേഷം വേണം മാവ് ഇടേണ്ടത്. ആ മാവിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് നമ്മുടെ ദോശ ചുടുന്ന മാവിൻ്റെ പരുവമുണ്ടല്ലോ, ദോശ ബാറ്ററിൻ്റെ പരുവത്തിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ അല്പം കൂടി വെള്ളം ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് ദോശയുടെ ബാറ്ററിൻ്റെ രീതിക്കുള്ള ദോശ മാവ് ഒരു കല്ലിൽ ചുടുമ്പോൾ എങ്ങനെ ഇരിക്കും അതുപോലത്തെ രീതിയിലുള്ള വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് നല്ലതുപോലെ എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ എടുത്തേക്കുന്ന പോലെ ദോശ ബാറ്റർ അപ്പോൾ റെഡിയായിട്ടുണ്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരുപാട് താമസിച്ചാണ് നമ്മൾ എഴുന്നേൽക്കുന്നതെങ്കിൽ നമുക്ക് പറ്റിയ ഒരു ഐറ്റം ഉണ്ടാക്കാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി. അതുപോലെ ഡിന്നറായിട്ടാണെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഡയറ്റ് ചെയ്യുന്നവർക്കും ഇതിൽ വേറെ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. സാധാ ഒരു മാവ്, ആട്ടമാവോ അല്ലെങ്കിൽ മൈദ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. ഇത് ഞാനിവിടെ ചേർക്കുന്നത് ഗോതമ്പ് ആട്ട ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അതെല്ലാം നല്ലതുപോലെ മിക്സായ ശേഷമാണ് ഞാൻ ഇട്ടേക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉപ്പ് കടിക്കും, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞേക്കുന്നത്. ഉപ്പ് കടിക്കുമെന്ന് വെച്ചാൽ ചപ്പാത്തി നമ്മൾ വായിൽ വെക്കുമ്പോഴത്തേക്കും കഴിക്കാൻ നേരത്ത് അതുപോലെ ഉപ്പിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇതൊന്നും വേണ്ട, മിക്സിയിൽ നല്ലതുപോലെ ഞാനിപ്പോൾ ഇത് എക്സാമ്പിളായിട്ട് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ എടുത്തതാണ്. ഞാൻ വെള്ളം ഒഴിച്ച് മാവിട്ട ശേഷം ഉപ്പിട്ട് നല്ലതുപോലെ മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കാനാണ് പതിവ്. മാവിൻ്റെ കൂടെ തേങ്ങ ചേർക്കുന്നവർക്ക് ചേർക്കാം. അതുപോലെ തന്നെ മിക്സിയുടെ ജാറിൽ ഇടുമ്പോഴത്തേക്കും ഒരു മുട്ട പൊട്ടിച്ച് ആ മാവിൻ്റെ കൂടെ ചേർത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതെല്ലാം വേറൊരു റെസിപ്പി ആയിട്ട് വരും. നല്ല ടേസ്റ്റാണ് അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത്. ഇത് ഡയറ്റ് ചെയ്യാവുന്നവർക്കൊക്കെ പറ്റിയൊരു സിമ്പിൾ റെസിപ്പിയാണ്. കണ്ടില്ലേ, ആ ദോശ ബാറ്ററിൻ്റെ രീതിക്ക് ആ മാവ് ശരിയായി വന്നിട്ടുണ്ട്. അതിനുശേഷം തവ ചൂടായ ശേഷം അതിലേക്ക് മാവ് ഒഴിച്ച ശേഷം ദോശ പോലെ ചുട്ടെടുക്കാവുന്നതാണ്. ഒരു സിമ്പിൾ ഒരു റെസിപ്പിയാണ്. അത് പെട്ടെന്ന് നമുക്ക് നെയ്യോ ഓയിലോ എല്ലാം നമുക്ക് ചേർത്ത് നല്ലതുപോലെ ചുട്ടെടുക്കാവുന്നതാണ്. പുറത്ത് നല്ല മഴയാണ് കേട്ടോ, ചില സൗണ്ട് ഡിസ്റ്റർബ് ഉണ്ട്. നമുക്കിതിൻ്റെ കൂടെ ഏത് കറി വേണമെങ്കിലും കോമ്പിനേഷനായിട്ട് വരുന്നതാണ്. ഏത് കറി വേണം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ചിക്കൻ കറിയോ കടലക്കറിയോ ബീഫ് ഏത് കറി വേണമെങ്കിലും നമുക്കിതിൻ്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റുന്നത്. ഞാനിവിടെ ചട്നിയാണ് ഉണ്ടാക്കുന്നത്. 2 സൈഡും നല്ലതുപോലെ മുരിഞ്ഞ ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. നമുക്ക് ചട്നി ഉണ്ടാക്കാൻ വേണ്ടി തേങ്ങ എടുക്കുക. എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ തേങ്ങ എടുക്കുക. ചട്നിക്ക് ആവശ്യത്തിന് നിങ്ങൾക്ക് വേണ്ടുന്ന രീതിയിലുള്ള അളവിൽ തേങ്ങ എടുക്കുക. അതിലേക്ക് ഇഞ്ചി ഇടുക. അതിലേക്ക് സവാള, ഞാൻ ചെറിയ ഉള്ളിക്ക് പകരം ഞാൻ സവാളയായിട്ട് ഇട്ടേക്കുന്നത്. ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകുന്നുണ്ട് സവാള ഉപയോഗിക്കുമ്പോഴത്തേക്കും. അതുമല്ല, ധൃതിക്ക് സ്കൂളിലൊക്കെ കുഞ്ഞുങ്ങളെ വിടുന്ന സമയത്ത് ഉള്ളി വിളിച്ചുകൊണ്ടിരിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഒരു സവാള എടുത്തിട്ട് അരിഞ്ഞിട്ടേക്കുന്നത്. അതുപോലെ തന്നെ പച്ചമുളക് അത് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നല്ലതുപോലെ നല്ല രീതിയിൽ അരച്ചെടുക്കുക. അത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയ ശേഷം അതിലേക്ക് കറിവേപ്പിലയും കടുകും, വറ്റൽമുളകും ഞാൻ ചേർക്കാനത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വറ്റൽമുളകും ചെറിയ ഉള്ളിയൊക്കെ താളിച്ച് ചേർക്കാവുന്നതാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത ശേഷം സർവ് ചെയ്യാം. ഇത് ഒരു വളരെ സിമ്പിൾ, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ സിമ്പിൾ ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയുക. ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് ഏത് കറി വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിൾ ഒരു റെസിപ്പിയാണ് ഞാനിവിടെ ഉണ്ടാക്കിയത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് വരാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പുതിയ റെസിപ്പി ഇട്ട് വരാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത്
ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ ആയിട്ട് നമുക്ക് സെർവ് ചെയ്യാം. പെട്ടെന്ന് നിമിഷ നേരം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല, സാധാ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.